ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ S1 ആൻഡ് S2 ക്ലാസ്സുകളിൽ ഒരു കോമൺ പേപ്പറാണ് വർക്ക്ഷോപ്പ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് മാത്രം പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. കാരണം ഇനിയും കുട്ടികൾ ഇനിയും അഡ്മിഷൻ ഇനിയും വരും എന്നുള്ളതുകൊണ്ട് ഞാനതിൻ്റെ എന്താണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് മാത്രം പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അത് ഒന്നുകൂടെ ഒരു വീഡിയോ രൂപത്തിലാക്കിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് പ്രാക്ടീസ് എന്നാണ്. ഇത് ഒരു പ്രാക്ടിക്കൽ പേപ്പർ തന്നെയാണ്, പ്രാക്ടിക്കൽ ചെയ്യേണ്ട പേപ്പറാണ്. അതിൻ്റെ കൂടെ തന്നെ റെക്കോർഡ് എഴുതാനും വരയ്ക്കാനും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇതിന് സബ്ജക്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ 2008. ഈ സബ്ജക്റ്റ് കോഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സബ്ജക്റ്റുകൾക്കും, തിയറി ആണെങ്കിലും പ്രാക്ടിക്കൽ ആണെങ്കിലും എല്ലാ സബ്ജക്റ്റുകൾക്കും ഓരോ കോഡ് നമ്പർ ഉണ്ടാവും. നമ്മുടെ സബ്ജക്റ്റിൻ്റെ കോഡ് എന്ന് പറയുന്നത് 2008 ആണ്. നിങ്ങൾക്ക് ഈ പ്രാക്ടിക്കലിൻ്റെ എക്സാം വരുന്നത് S2 മാത്രമേ എക്സാം ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾ S1 S2 ഈ പേപ്പറുണ്ട്. നിങ്ങൾക്ക് എക്സാം വരുന്നത് S2 ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഈ വർക്ക്ഷോപ്പ് പ്രാക്ടീസിൽ വർക്ക്ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾ ഒരു വർഷം കൊണ്ട് 6 ട്രേഡുകൾ, അതായത് വർക്ക്ഷോപ്പിൽ വന്നിട്ട് 6 സെക്ഷൻ പഠിക്കാനുണ്ട്. 6 ട്രേഡുകൾ എന്നാണ് നമ്മൾ ലാംഗ്വേജിൽ പറയുക. നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ ലാംഗ്വേജിൽ പറയുക ട്രേഡുകൾ എന്നാണ് പറയുക. 6 ട്രേഡുകൾ പഠിക്കാനുണ്ട്. ആ 6 ട്രേഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാർപ്പൻട്രി, ഫിറ്റിങ്, ഫൗണ്ടറി, ഷീറ്റ് മെറ്റൽ, സ്മിത്തി, വെൽഡിങ്. ഇങ്ങനെ 6 ട്രേഡുകളാണ് പഠിക്കാനുള്ളത്. ഈ ട്രേഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോ ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരും, ഓരോ ട്രേഡുകളിലെയും കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതായത് ജനറൽ സേഫ്റ്റി പ്രിക്കോഷൻസ്. നമ്മളെ വർക്ക്ഷോപ്പിലേക്ക്, നമ്മുടെ ആ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ് 6 ട്രേഡുകൾ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ, ആ വർക്ക്ഷോപ്പിനകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ലാബ്, നിങ്ങൾ ഇത് കഴിഞ്ഞ, അതായത് സയൻസ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ ലാബ് എന്നാണ് പറയുക. നമ്മുടേത് വർക്ക്ഷോപ്പ് എന്നാണ് പറയുക, ജനറൽ വർക്ക്ഷോപ്പ്. ആ ജനറൽ വർക്ക്ഷോപ്പിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ്, അതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടൂൾസിൻ്റെ, നമ്മളവിടെ ഉപയോഗിക്കുന്ന കുറേ ടൂൾസ്, ആ ടൂൾസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഓപ്പറേഷൻസ്, അതൊക്കെ ഇനി വഴിയെ മനസ്സിലാക്കാം. അതേപോലെ ഈ 6 ട്രേഡുകളെ ഓരോന്നും ഏതൊക്കെയാണെന്നുള്ളത് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, 6 ട്രേഡുകളുണ്ട്, നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് ഇതാണ് എന്നുള്ള കാര്യം മാത്രം ഇപ്പോൾ മനസ്സിലാക്കാം. പ്രാക്ടിക്കലാണ് ചെയ്യാനുള്ളത്. നമ്മളിപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രാക്ടിക്കൽ ചെയ്യുന്നില്ല. ഇതിൻ്റെ തിയറി മാത്രം ഇങ്ങനെ പറഞ്ഞു തരുന്നത്. പ്രാക്ടിക്കൽ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കൂടെ പറഞ്ഞുതരാം. ശരിക്കും ഇതിൻ്റെ പ്രാക്ടീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ തന്നെ ചെയ്യണം. നമുക്ക് എന്തായാലും ഒരു 2-3 മാസം കഴിഞ്ഞാൽ നമ്മുടെ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കോളേജിൽ വന്നിട്ട് ഈ പ്രാക്ടിക്കലൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിവേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.